നമസ്കാരം. ഉള്ള വസ്ത്രം പുതുക്കിയിടും ശോഭിക്കും വെള്ള വസ്ത്രവും നമുക്ക് ലാഭമേകിയിടും ഉജാല ഗൃഹലക്ഷ്മിതൻ. നീലമെന്നാൽ ഉജാലയെന്ന് ധരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും. പോയ കാലഘട്ടത്തിൻ്റെ ഗ്രഹാതുരമായ അടയാളം എന്ന് തന്നെ പറയാം. യൂണിഫോമിനെയും ഹദറിനെയുമെല്ലാം തൂവെള്ളയാക്കാൻ ഉജാലയുടെ 4 തുള്ളി നന്മയായിരുന്നു ജനത്തിന് പ്രിയം. ഉജാലയുടെ ഈ ഉജ്ജ്വല വിജയത്തിന് പിന്നിലെ ശക്തി കഷ്ടപ്പാടുകളുടെ കരയിൽ നിന്ന് വിജയത്തിൻ്റെ സ്വപ്നം കണ്ട മൂത്തയിടത്ത് പഞ്ചൻ രാമചന്ദ്രൻ എന്ന ഉജാല മാനാണെന്ന് എത്ര പേർക്കറിയാം. എന്നാൽ വ്യത്യസ്തമായ ആശയം കൊണ്ട് എങ്ങനെ ഒരു ബ്രാൻഡിനെ വിജയിപ്പിക്കാമെന്ന് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഉജാല രാമചന്ദ്രൻ്റെ വിജയത്തിലേക്കുള്ള വഴി അത്ര എളുപ്പമായിരുന്നില്ല. തൃശ്ശൂരിലെ കണ്ടാണശ്ശേരി ഗ്രാമത്തിലെ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച രാമചന്ദ്രന് കുട്ടിക്കാലത്ത് ഒരു ഡോക്ടറാകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ മെഡിസിന് ചേരാനുള്ള മാർക്കില്ലാത്തതിനാൽ അദ്ദേഹം ബികോം പഠനം തിരഞ്ഞെടുത്തു. എന്നാൽ അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു യൂ ടേൺ ഉണ്ടായത്. ബിരുദ പഠനത്തിന് ശേഷം തുടർ പഠനത്തിനായി അദ്ദേഹം കൊൽക്കത്തയിലേക്ക് പോയി. പിന്നീട് മുംബൈയിലേക്ക് പറന്നു. 1970-കളിൽ രാമചന്ദ്രൻ 150 രൂപ ശമ്പളത്തിൽ ഒരു കെമിക്കൽ കമ്പനിയിൽ ജോലിക്ക് കയറി. വിവാഹവും കുടുംബജീവിതവും ഒക്കെയായി ജീവിതം അല്ലലില്ലാതെ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നത്. ഇതോടെ ഇനി എന്ത് എന്ന ചിന്തയായി. അങ്ങനെ സഹോദരനിൽ നിന്ന് 5000 രൂപ കടം വാങ്ങി അദ്ദേഹം ഒരു സംരംഭത്തിന് തുടക്കമിട്ടു. വീട്ടിലെ അടുക്കള പരീക്ഷണശാലയായി മാറി. തൃശ്ശൂരിലെ കുടുംബസ്വത്തായി കിട്ടിയ ചെറിയ സ്ഥലത്തായിരുന്നു 1983-ൽ പരീക്ഷണം വാണിജ്യാടിസ്ഥാനത്തിൽ വിജയിപ്പിക്കാൻ താൽക്കാലികമായി ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത്. മൂത്ത മകളുടെ പേരായിരുന്നു കമ്പനിക്കിട്ടത്, ജ്യോതി ലാബ്സ്. വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകുന്ന തുള്ളി നീലമായിരുന്നു ആദ്യ ഉൽപ്പന്നം. അക്കാലത്ത് വിപണിയിലുണ്ടായിരുന്ന പൊടി നീലങ്ങൾ നിലവാരമുള്ളവയായിരുന്നില്ല. ഇവ വസ്ത്രങ്ങളുടെ മടക്കുകളിൽ നീല അംശം അവശേഷിപ്പിച്ചിരുന്നു. എന്നാൽ തൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പരിശുദ്ധിയിൽ അദ്ദേഹം കോംപ്രമൈസ് ചെയ്തില്ല. വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകുന്ന വെള്ളത്തിൽ അലിയുന്ന തുള്ളി നീലമാണ് രാമചന്ദ്രൻ വികസിപ്പിച്ചത്. പൊടിനീലം മാത്രം ഉപയോഗിച്ച് ശീലിച്ച ആളുകളിലേക്ക് ഉൽപ്പന്നം എത്തിക്കാനായിരുന്നു അടുത്ത ശ്രമം. സ്വന്തം നാടായ തൃശ്ശൂരിൽ വീടാന്തരം കയറിയിറങ്ങി വിൽപ്പന. ഒരിക്കൽ വാങ്ങിയവർ ഉൽപ്പന്നം ചോദിച്ച് വീണ്ടും എത്തിയതോടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂവണിയുവാൻ പോകുന്നുവെന്ന് രാമചന്ദ്രന് തന്നെ മനസ്സിലായി. കേരളത്തിന് പുറത്തേക്കും അങ്ങനെ ബിസിനസ് വ്യാപിപ്പിച്ചു. 1997 ആയപ്പോഴേക്കും ഇന്ത്യയിലൊട്ടാകെ ഉജാല ബ്രാൻഡ് നിറസാന്നിധ്യമായി. 4 തുള്ളി മാത്രമെന്ന ജിങ്കിൾ കുട്ടികളും മുതിർന്നവരുമടക്കം പാടി നടന്നു. നിലവിൽ ലിക്വിഡ് ഫാബ്രിക് ഉൽപ്പന്നങ്ങളുടെ ഡൊമൈനിൽ ദേശീയ വിപണിയുടെ ഒരു പ്രധാന ഭാഗം പോലും ഉജാലയ്ക്ക് സ്വന്തമാണ്. ഉജാല, മാക്സോ, ടി ഷൈൻ, പ്രിൽ, മിസ്റ്റർ വൈറ്റ്, ക്രിസ്പ് ഷൈൻ, എക്സോ, ഹെൻകോ, മാർഗോ തുടങ്ങിയ എല്ലാ പ്രമുഖ ബ്രാൻഡുകളും ഈ കമ്പനിയുടേതാണ്. പ്രവർത്തനം തുടങ്ങി 3.5 പതിറ്റാണ്ട് കൊണ്ട് 7500 കോടി വിപണി മൂല്യമുള്ള കമ്പനിയായി ജ്യോതി ലാബ്സ് ലിമിറ്റഡ് മാറി. 5000-ലേറെ ജീവനക്കാരുള്ള ഗ്രൂപ്പിന്റെ വിറ്റുവരവ് ഇപ്പോൾ 2000 കോടി രൂപയ്ക്ക് അടുത്ത് എത്തി നിൽക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 30-ലേറെ ഫാക്ടറികളും ഗ്രൂപ്പിനുണ്ട്. ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായി ശ്രമം നടത്തിയതിലൂടെയാണ് രാമചന്ദ്രൻ ഉജാല രാമചന്ദ്രനായത്. നമുക്ക് മുന്നിലെത്തുന്ന അവസരങ്ങളെ കൃത്യമായി ഉപയോഗിച്ച് നിശ്ചയദാർഢ്യവുമായി മുന്നോട്ടു പോകുന്നതാണ് വിജയത്തിലേക്കുള്ള വഴിയെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.